ഹലോ കൂട്ടുകാരെ, വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമുക്ക് കൊഞ്ച് പെരട്ട ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് കൊഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പെരട്ടാം, അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. കണ്ടോ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ കൊഞ്ച്, ഉപ്പും മുളക് പൊടിയും മഞ്ഞളും ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട്. അടുത്തത് സവാള, പച്ചമുളക്, തക്കാളി, ലേശം ഇഞ്ചി വെളുത്തുള്ളിയും അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നമ്മളതിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് എരിവ് വേണ്ട. ഇച്ചിരി കുരുമുളകും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും കൂടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് നാടൻ കറിവേപ്പില. അപ്പം നമുക്കിതൊന്ന് ചെയ്യാം. എല്ലാവരും വായോ കാണാൻ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പൊരിച്ചെടുക്കാം. കൊഞ്ചിനെ നല്ല ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ, നമുക്ക് കറിയും കൂടെ ആക്കാനുണ്ട്, പെരട്ടി എടുക്കുന്നില്ലേ. മുഴുവനും ഒന്നിച്ച് കൊടുക്കാം. ഇങ്ങനെ മൂക്കട്ടെ. നമുക്ക് രണ്ടൊന്ന് കറിവേപ്പില കിട്ടും. അപ്പോൾ അത് നല്ലൊരു മണം കിട്ടും കേട്ടോ കൊഞ്ചിന്. ഉണ്ടോ? കുറച്ചുകൂടെ ഒന്ന് നോക്കട്ടെ. അത് പെരട്ടെന്നല്ലേ പറയണം. കൊഞ്ച് നല്ല പാകമായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് ഒരുപാട് ഡ്രൈ ആവണ്ട. ഏതാണ്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഇത്രയും മതി നമുക്ക്. ഈ പാകം മതിയേ. അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. എല്ലാം കോരിയെടുത്തു. ഇനി നമുക്കതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതേ എണ്ണയിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. കൂടുതലിടണ്ട കേട്ടോ, അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് മാറും കറിയുടെ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തതിന് കേട്ടോ. ഇത് നല്ല വലിയ കൊഞ്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് വേണ്ടി മതി കേട്ടോ. നമ്മൾ കൊഞ്ചിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒന്ന് അടച്ച് വയ്ക്കാം, കുറച്ചിടന്നൊന്ന് സെറ്റാവട്ടെ. അപ്പം നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. നല്ല ഇതായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് നോക്കാം എന്തായെന്ന്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ കൊഞ്ച് പൊരിച്ച എണ്ണയിലല്ലേ നമ്മളിത് ചെയ്യണം, അതായിരിക്കാം. നല്ല ഇതായിട്ട് വയണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടിയും ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിനൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതെന്തൊന്ന് കുറവ് നോക്കി ഒഴിച്ചാൽ മതി. കുറച്ച് ചാറാതിരിക്കണമെങ്കിൽ അതനുസരിച്ച്, അല്ലെങ്കിൽ നല്ല വറ്റിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെന്ത് കുറുവി സെറ്റായി വരണ്ടേ. അപ്പോൾ ഇത്രയും മതി. വേവട്ടെ, നല്ലോണം ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ആവി അറിയാതെ കേട്ടോ, നല്ലോണം വെന്തുടയണ്ട. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി അറിയട്ടെ. ഇത് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, പിന്നെ അല്ല കുറച്ചുകൂടെ നല്ല ഫ്രൈ ആയി ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിലും എടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് ചാറുണ്ട്, ഇത്രയും വേണം. ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇനി ഇതിൽ വേറൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടും, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതാ മല്ലിയില ഉണ്ടോ, പച്ച കറിവേപ്പിലയും ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി എങ്ങോട്ട് വെച്ച് കഴിക്കാൻ എടുക്കണം. ആ മണം എങ്ങനെയുണ്ട് എൻ്റെ കൊഞ്ച് പെരട്ട്? സൂപ്പറല്ലേ? നല്ല കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല മണം ഇങ്ങനെ മൂക്കിലടിക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ചപ്പാത്തിയിലൂടെയോ ദോശയുടെയോ പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചോറ്. അപ്പോൾ ചോറുണ്ണാൻ വരുന്ന എല്ലാവരും ആയോ? ഞാൻ കഴിക്കാൻ പോണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾ കൊള്ളാമോന്ന് നോക്കി വെക്കണ്ടേ? വെറുതെ ഇടുന്നതാണോ, ഞാൻ പറയുന്ന വെറുതെ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്. കണ്ടോ, സൂപ്പറായിട്ടില്ലേ? കണ്ടോ, എല്ലാവരും കഴിച്ചോളൂ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ്, അടിപൊളി. നമ്മൾ ഉണ്ണുന്ന ചോറിന് കണക്ക് കാണില്ല കേട്ടോ. അത്രയ്ക്ക് വേണ്ടി കഴിക്കും. ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം.